നിലവിൽ UDF-നകത്തെ ഐഷ പോറ്റി അടക്കമുള്ള CPM നേതാക്കളെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്ന സതീശൻ നിർണായകമുണ്ട്. ഈ ഐഷ പോറ്റി അടക്കമുള്ള CPM ഉണ്ടാകുന്ന നേതാക്കളെയൊക്കെ കോൺഗ്രസിലേക്കും UDF-ന്റെ ഒപ്പം കൊണ്ടുവരുന്നതിൽ സതീശൻ ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ കൂടി സതീശൻ ആ മേഖല ഞാനെങ്ങനെ പറയാൻ സതീശൻ പങ്കുവഹിച്ചത്? നിങ്ങൾ സതീശൻ ആ നിങ്ങൾ പറയുന്നതല്ലേ, അത് അവരുടെ വായിൽ നിന്ന് വരുന്നില്ലല്ലോ. അതൊക്കെ അങ്ങനെ എന്തെല്ലാം പറയും, അതൊക്കെ ശരിയാവണമെന്നുണ്ടോ? ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളടക്കം സതീശന് വലിയ റോളുണ്ട് എന്നൊക്കെയാണ് പൊതുവെ കോൺഗ്രസിൽ വിലയിരുത്തൽ വരാറുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പൊന്നും രാഷ്ട്രീയമല്ലെന്ന് ഇപ്പം നമ്മൾ തമ്മിൽ അതിലൊക്കെ താമസിക്കുക, നിങ്ങൾ കയറി ഇലക്ഷൻ നിൽക്കുക, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്യും. നിങ്ങൾ സൗഹാർദ്ദത്തിലാണ്, നമ്മൾ തമ്മിൽ സൗഹാർദ്ദത്തിലാണ്, ഞാൻ നിങ്ങൾക്ക് തന്നെ തരത്തുള്ളൂ. രാഷ്ട്രീയം അവിടെ നോക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയ ഏരിയയ്ക്കകത്തുള്ള വിഷയമാണ്. തദ്ദേശ അതും ഇത് വ്യത്യാസം ഉണ്ടെന്നാണ്. അതിന് രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിലമ്പൂരും അവിടെ ഇവിടെയൊക്കെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടല്ലോ, അതിലും സതീശന്റെ റോള് പ്രധാനമാണ്. അല്ല, അത് പിന്നീട് കാണില്ല. കാര്യങ്ങൾ ഒരുപാട് ഒഴുകി പോയല്ലോ. അതിൻ്റെ റിസൾട്ടല്ലേ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നത് കാണുന്നത്. അതിന് ഇത് ബാധകമല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനെ ബാധിക്കുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ജനം അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള അത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാകുമോ? അല്ല, അത് എന്നാ ചർച്ചയാകുമെന്ന്, എവിടെ ചർച്ചയാകുമെന്ന് ജനം അത് പരിഗണിച്ചാണ് വോട്ട് ചെയ്യുക, അതൊക്കെ പരിഗണിക്കുമെന്നുള്ളതാണ്. അല്ല, അതും എനിക്കത് പറയാൻ അതും ഒരു ഘടകമാകും. ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ജയിലിലാണ്. ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ജയിലിലാണ്. അതെ, പോട്ടെ, കുറ്റം ചെയ്തവരുടെ ജയിലിൽ പോട്ടെ. എന്താ, ഞങ്ങൾക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. ആരാണോ കുറ്റം ചെയ്തത് അവരെ പിടിക്കണം, അവരെ ജയിലിലിടണം, അവർ കർശനമായ ശിക്ഷ കൊടുക്കണം. അവരിൽ നിന്ന് തൊണ്ടി ഈടാക്കാനുണ്ട്, ഈടാക്കുകയും വേണം. ആരായാലും ഒരു ഭരണ തുടർച്ച വീണ്ടും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ സംസ്ഥാനത്ത്? എനിക്കതിനെപ്പറ്റി ചിന്തയേ ഇല്ല. ആര് ഭരിക്കാൻ വന്നാലും ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ടൊരു പ്രത്യേകത ഞങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനെന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല. അതിനി ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവരുടെ ഒന്നും പഠിക്കൽ ഞങ്ങൾ ഈ പിച്ചക്ക് പാത്രമാട്ടിയല്ല സ്ഥലം. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഭരണഘടന അനുസരിച്ച് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. അത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ, കോടതിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വഴിയിലൂടെ ഞങ്ങൾ പോവല്ലാതെ വേറൊന്നുമില്ല. ഈ സ്വർണ്ണക്കൊള്ളയിലെ EDയുടെ ഒരു അന്വേഷണം കൂടി തുടങ്ങിയിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. അതൊക്കെ നടക്കട്ടെ, കോടതിയുടെ നിർദ്ദേശമല്ലേ. കോടതി ആ കാര്യത്തിൽ വളരെ ജാഗ്രതയോട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പോകട്ടെ, കണ്ടുപിടിക്കട്ടെ. അതിനു മുമ്പേ നമ്മൾ കയറി ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല ഒരിക്കലും.